ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 17 വെള്ളിയാഴ്ച തിരയിലെത്തിയ സിനിമയാണ് അച്യുതാവതാരം. ചിത്രം മലയാളത്തിന് പുറമെ തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ റിലീസായാണ് തിരയിലെത്തിയത്. പുനീത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാളവിക നന്ദൻ, സീമാജി നായർ, അവിനാശ്, സത്യനാഥ് എന്നിങ്ങനെ പുതുമുഖ താരതരെയാണ് പ്രധാനമായും അണിനിരന്നിട്ടുള്ളത്. സംവിധായകനായ പുനീത് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് രാകേഷ് ആർ, രമേശ് സി, രുദ്രമൂർത്തി എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. ആനന്ദ് മീനാക്ഷി ഛായാഗ്രഹണവും പവൻ പൂവയ്യ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് MS പ്രസന്നകുമാറുമാണ്. സൈബർ ലോകത്തെ സമകാലിക സംഭവവികാസങ്ങളും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ചിത്രത്തെക്കുറിച്ച് പൊതുവെ വന്നിട്ടുള്ള അഭിപ്രായം എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് തന്നെയാണ്. വളരെ മികച്ച ഗാനങ്ങളും സംഗീത സംവിധാനവും എടുത്തു പറയപ്പെടുന്നുണ്ട്. കെട്ടുറപ്പുള്ള തിരക്കഥയും മികച്ച മേക്കിങ്ങുമാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് ജൂലൈ 17 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമായി റിലീസ് ചെയ്യപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് ദി ഒഡീസി. ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 14,000-15,000 ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ 80 ലക്ഷം രൂപ നേടിയെടുത്തിരുന്നു. കർണാടകയിൽ 2,51,00,000, തെലങ്കാനയിൽ 1,75,00,000, ആന്ധ്രയിൽ 64 ലക്ഷം, തമിഴ്നാട്ടിൽ 1,27,00,000, മഹാരാഷ്ട്രയിൽ 3,01,00,000, ദില്ലിയിൽ 2,21,00,000, ഉത്തർപ്രദേശിൽ 34 ലക്ഷം, പഞ്ചാബിൽ 23 ലക്ഷം, ഗുജറാത്തിൽ 60 ലക്ഷം, വെസ്റ്റ് ബംഗാളിൽ 44 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗ് പ്രീസെയിലായി മാത്രം സിനിമ നേടിയെടുത്തത് 14,92,00,000 രൂപയാണ്. അതായത് സമീപകാലത്ത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും കിട്ടാത്ത പ്രീസെയിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. AK സാജന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 16 വ്യാഴാഴ്ച തിരയിലെത്തി മിക്സഡ് ഓപ്പറ നേടിയെടുത്ത മലയാള സിനിമയാണ് വരവ്. ചിത്രത്തിൽ ജോജു ജോർജ്, മുരളി ഗോപി, സാനിയ അയ്യപ്പൻ, ബൈജു ബാബുരാജ്, വാണി വിശ്വനാഥ്, അർജുൻ അശോകൻ, സുകന്യ, ദീപക് പറമ്പോൾ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,55,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 1,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 2,10,00,000 റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിരയിലെത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 16 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 7,17,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 9,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 14,20,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ബാലൻ. ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 18,71,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 22,98,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 35,88,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കിരീടം. കഴിഞ്ഞ വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി തിരഞ്ഞെടുത്ത ഈ സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 3,10,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 32,50,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 90,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 33,40,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 14,97,000 രൂപയാണ്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം കേരളത്തിൽ 7 ദിവസം കൊണ്ട് 17 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 118,67,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 17,20,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ ആദ്യ 7 ദിവസം കൊണ്ട് 135,87,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 81 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ 80% നിലവിൽ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.